ഇത് നവജീവൻ ഭവൻ. അനാഥരും ആലംബഹീനരുമായ അനേകായിരങ്ങൾക്ക് അഭയവും ആശ്രയവുമായി മാറിയ ഒരു മഹാപ്രസ്ഥാനം. വിശുദ്ധിയുടെ മഹനീയ കൂടാരത്തിൽ പരിലസിക്കുന്ന അൽഫോൻസാമ്മയ്ക്ക് ജന്മം നൽകിയ പുണ്യഭൂമിയായ കോട്ടയം ജില്ലയിലെ കുടമാളൂരിന് സമീപമാണ് നവജീവന്റെയും ആസ്ഥാനം. അനാഥർക്കും ദരിദ്രർക്കും വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമാണ് നവജീവന്റെ സാരഥി പി.യു. തോമസിൻ്റേത്. നവജീവന്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് നവജീവന്റെ ശുശ്രൂഷ. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജിനനുബന്ധിച്ചുള്ള കുട്ടികളുടെ ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, 3 ഹോസ്പിറ്റലുകളിലായി 5000-ത്തിലധികം ആളുകൾക്ക് നല്ല ചോറും കറികളും ചൂടുവെള്ളമൊക്കെ കൊടുത്ത് സഹായിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കാം. 47-ലധികം ശുശ്രൂഷകരും 1,00,000-ലധികം രൂപയും വേണ്ടിവരും. എല്ലാ ദിവസവും മുടക്കം കൂടാതെ 5000-ത്തിലധികം ദുഃഖിതരായ രോഗികൾക്ക് ആഹാരം കൊടുത്ത് സഹായിക്കാൻ. കൂടാതെ നവജീവനിലെ 200-ലധികം മാനസിക രോഗികളും മക്കൾക്ക് വേണ്ടാത്ത കുറേ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, അവരെ നോക്കാൻ കുറേ അധികം ആളുകൾ, എല്ലാവരും കൂടെ ഒരു 300ഓളം പേര് ഇവിടെയും കഴിയുന്നുണ്ട്. മരിക്കാറായി കിടക്കുന്ന ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, വലിയ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷകർ പോയി അവരെ കാണുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആശുപത്രിയില്ലാത്ത മരുന്നും അതുപോലെ തന്നെ പരിശോധനാ സഹായങ്ങളും കൊടുക്കും. മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ട് ആക്കി കൊടുക്കും. മരിച്ചു പോകുന്നവരുടെ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. അവർ വീട്ടിലെ എല്ലാ ചെലവുകളും നടത്താൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. കിടപ്പ് രോഗിയുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ചെലവുകളും കൊടുത്ത് സഹായിക്കുന്നു. നനഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ നന്നാക്കി കൊടുക്കുന്നു രോഗികളുടെ. അതുപോലെ തന്നെ രോഗിയുടെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം 5 ജില്ലയിൽ നിന്ന് വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന 18 ലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കും. 365 ദിവസം എന്ന് പറയുമ്പോൾ 365 ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. നമുക്കൊരു മറ്റ് ഏജൻസിയുടെ സഹായങ്ങളൊന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ ഇല്ല. നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ മാത്രം ദൈവം നിറവേറ്റുന്ന ഒരു വലിയ ദൈവപരിപാലനയുടെ ശുശ്രൂഷയാണ് നമ്മുടെ നവജീവനൊക്കെ. ലോകത്തിൽ ഒരു മനുഷ്യനും വേദനിക്കരുത്, സ്നേഹിക്കപ്പെടാതെ മരിക്കരുത്, അവഗണിക്കപ്പെട്ടതിൻ്റെ പേരിൽ കണ്ണീർ പൊഴിക്കരുത്. ഈ മഹത്തായ ചിന്തകളാണ് പി.യു. തോമസിന് നവജീവൻ ട്രസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത്. സമാനതകളില്ലാത്ത ഈ ജീവിതത്തിന് നമ്മെ അത്ഭുതപ്പെടുത്തുകയും ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന മാന്ത്രികതയുടെ വശ്യതയേറെയുണ്ട്. തനിക്കുള്ളത് ഇല്ലാത്തവനും കൂടി പങ്കുവയ്ക്കുക എന്ന വിശുദ്ധ ലിഖിതം ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ജീവിത മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളും ദാരിദ്ര്യത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളുമെല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരോട് കരുണ കാട്ടാനും അവരെ കഴിയുന്നത്ര സഹായിക്കാനും പി.യു. തോമസ് ഏറെ ശ്രദ്ധിച്ചു. അതിന് കൈവരുന്ന ഒരവസരവും പാഴാക്കിയതുമില്ല. സാധാരണക്കാരൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും തൊട്ടറിയാൻ ഉന്നത വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു. വീട്ടിൽ നിന്ന് എൻ്റെ വീതമെല്ലാം പൈസ മേടിച്ച് ആ പൈസ കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കൂലി കൊടുത്തും തീർന്നു. ഞങ്ങളുടെ വീട് സ്ഥലം യൂണിവേഴ്സിറ്റി എടുത്തു പോയപ്പോഴേ എൻ്റെ ഷെയർ മുഴുവൻ രോഗികൾക്ക് കൊടുത്ത് തീർത്ത് ഞാനും ഭാര്യയും 4 പെൺമക്കളും ജമുന തളർന്നു പോയൊരു മോനുമായി അങ്ങനെ ഞങ്ങളുടെ 16 വർഷക്കാലം വാടകയ്ക്ക് ജീവിച്ചു. 16ാമത്തെ വർഷമാണ് നവജീവൻ ആരംഭിക്കുന്നതൊക്കെ. എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും കണ്ടുകൊണ്ട് നാട്ടിലുള്ള എല്ലാ മനുഷ്യരും സഹായിച്ചു. അങ്ങനെ നവജീവൻ്റെ ആരംഭകാലത്ത് അരിയും കറി വെക്കാനും വിറകും എല്ലാം തന്ന് സഹായിച്ചു. അങ്ങനെ ആ ലോഡ്ജിൻ്റെ 16 മുറിയിൽ 44 പേരെ 5 വർഷക്കാലം നോക്കിയപ്പോൾ നാട്ടിലുള്ള എല്ലാവരും കൂടി കുടമാളൂർ അൽഫോൻസാമ്മയുടെ വീടിനടുത്ത് 10 ലക്ഷം രൂപ മുടക്കി 1.5 ഏക്കർ സ്ഥലം വാങ്ങി. അനുഭവങ്ങളുടെ സർവകലാശാലയേക്കാൾ വലിയൊരു പഠനക്കളരിയില്ലെന്ന തിരിച്ചറിവ് ബാല്യത്തിൽ തന്നെ ആ ജീവിതത്തിന് കൂടുതൽ കരുത്തേകി. ഒന്നുമില്ലായ്മയിൽ നിന്നും വിസ്മയിപ്പിക്കുന്ന മുത്തശ്ശിക്കഥയിലെ രാജകുമാരനെ പോലെ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ അതിരമ്പുഴ പാക്കത്തുകുന്നേൽ ഉലഹന്നാൻ തോമസ് എന്ന പി.യു. തോമസിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ആദർശ നിഷ്ഠയും നവീനമായ കാഴ്ചപ്പാടുകളും
ലാളിത്യമാർന്ന വ്യക്തിത്വവും ഒന്നുകൊണ്ട് മാത്രമാണ്. ബാല്യത്തിൽ രോഗദുരിതങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പി.യു. തോമസിന് പിന്നീട് ആ ആരോഗ്യ കേന്ദ്രം അന്നം നൽകുന്ന കേന്ദ്രമായി. ഒരു അറ്റൻഡർ ജോലിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആ ജീവിതം. ആശുപത്രി വരാന്തകളിലും കടത്തിണ്ണകളിലും എച്ചിൽ കൂനകളിലും കാണാനിടയായ അനാഥരും ആലംബഹീനരുമായ മനോരോഗികൾ പി.യു. തോമസിന്റെ ജീവിതത്തെ എന്നും അസ്വസ്ഥമാക്കി. എങ്ങനെയും ഇവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് സംരക്ഷിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അതിനായി പരിശ്രമിച്ചു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും ദരിദ്രരെ സഹായിക്കാനും ചെറുപ്രായത്തിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നതിനാൽ ദാരിദ്ര്യവും കഷ്ടതകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് യാതനകൾ അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങളുമായി കടന്നു ചെല്ലാൻ ആശുപത്രി ജോലി പി.യു. തോമസിന് കൂടുതൽ പ്രചോദനമായി. മെഡിക്കൽ കോളേജിലെ 4-ാം വാർഡിലെ ജോലിക്കിടയിലാണ് മനോരോഗികളുടെ ദുരിതവും ദാരിദ്ര്യവും സങ്കടങ്ങളും ഏകാന്തതയുമൊക്കെ അടുത്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അത് പി.യു. തോമസിന്റെ ജീവിതത്തെ തകിടം മറിച്ചു. ജീവിതം ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചാലോ എന്ന് സ്വയം ചോദിച്ച നാളുകൾ. തീരുമാനമെടുക്കാൻ അധികനാൾ വേണ്ടിവന്നില്ല. മനോരോഗികൾക്ക് കൂടുതൽ സ്നേഹവും പരിചരണവും ലഭിച്ചാൽ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുമെന്നും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും കഴിയുമെന്ന് ബോധ്യമായി. പിന്നീട് അതിനായി അടുത്ത ശ്രമം. മനോരോഗികളെ കൂടുതലായി ശ്രദ്ധിക്കുവാനും അവരുടെ ദിനചര്യകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താനും കഴിഞ്ഞതോടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഏറെയുണ്ടായി. ജീവിതയാത്രയിൽ എപ്പോഴോ ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങും തണലുമാകാൻ പി.യു. തോമസ് ഒരു ഭവനം വാടകയ്ക്കെടുത്തു, മെഡിക്കൽ കോളേജിനടുത്ത്. ഈ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി ഒട്ടേറെ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അദ്ദേഹത്തിനോടൊപ്പം പങ്കുചേർന്നു. അത് അദ്ദേഹത്തിന് കൂടുതൽ കരുത്തേകി. അവിടെയെത്തിയ ആദ്യ അംഗം അബു ആയിരുന്നു. ഒട്ടേറെ വർഷങ്ങൾ കോട്ടയം നഗരത്തിലൂടെ പുറകോട്ട് നടന്നിരുന്ന എറണാകുളം സ്വദേശി കുഞ്ഞച്ചൻ. അയാൾക്ക് നാട്ടുകാരിട്ട പേരാണ് റിവേഴ്സ് അബു എന്നത്. അബുവിനെ തുടർന്ന് മറ്റൊരാൾ കൂടിയെത്തി. 24 വർഷത്തോളം കോട്ടയം ടൗണിലൂടെ അലറിക്കൂവി നടന്ന ജഡായു എന്ന ആലപ്പുഴക്കാരൻ ജെയിംസ്. പിന്നെ മുംബൈ സ്വദേശി അരവിന്ദൻ. ഇവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും സംരക്ഷിക്കുവാനും സ്വന്തമായി ഒരു ഭവനം വേണമെന്ന തീവ്രമായ ആഗ്രഹവും നിരന്തരമായ പ്രാർത്ഥനയുമാണ് സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നവജീവൻ എന്ന ഭവനം പടുത്തുയർത്താൻ നിമിത്തമായത്. ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കലായിരുന്നു അതെന്ന് അന്ന് പി.യു. തോമസ് അറിഞ്ഞില്ല. 1990-ലായിരുന്നു നവജീവൻ ട്രസ്റ്റിൻ്റെ പിറവി. വളർച്ച പെട്ടെന്നായിരുന്നു. ഇന്ന് അബുവും ജെയിംസും നവജീവനിലില്ല. മനുഭായിയുണ്ട്. നവജീവൻ സ്വന്തം സ്ഥലത്ത് പണിതുയർത്തിയ ഭവനത്തിലെ ആദ്യ അന്തേവാസി. വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജിലെ എച്ചിൽ കൂനകളിൽ നിന്ന് വിശപ്പടക്കിയിരുന്ന മനോരോഗിയായ രാജസ്ഥാൻകാരി മനുഭായിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നവജീവനായിരുന്നു. മനുഭായിയെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കൊരു ഭവനം ആവശ്യമാണെന്ന് അന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഏതാനും നാളുകൾക്കകം നവജീവന് സ്വന്തമായി സ്ഥലവും കെട്ടിടവുമായപ്പോൾ ആദ്യം ചെയ്തത് തിരുവനന്തപുരം മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നും മനുഭായിയെ കൊണ്ടുവരിക എന്നതായിരുന്നു. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് വഴിയരികിലും കടത്തിണ്ണകളിലുമൊക്കെ കഴിയുന്ന അനാഥരായ മനോരോഗികളെ നവജീവനിലേക്ക് എത്തിക്കുന്നത്. സ്വന്തം കർമ്മ പരമ്പരകളിലൂടെ മനുഷ്യഹൃദയങ്ങളിൽ പുതിയൊരു ചലനം സൃഷ്ടിക്കാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ പി.യു. തോമസിന് സാധിച്ചു. 4000-ലേറെ രോഗികളാണ് നവജീവനിലൂടെ കടന്നുവന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്നത്. ചിലർ സ്വന്തം വീടുകളിലെത്തി, മറ്റു ചിലർ നവജീവനിൽ തന്നെ അഭയം തേടി. ഇന്ന് 300-ലേറെ അന്തേവാസികളുണ്ട് നവജീവനിൽ. ഇവരെ ശുശ്രൂഷിക്കാനും ജീവിതചര്യകളിൽ ശ്രദ്ധിക്കാനും ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കാൻ 40-ലേറെ ശുശ്രൂഷകരുണ്ട്. പിന്നെ രോഗം ഭേദമായവരും ഇവരെ സഹായിക്കാൻ അരികത്തുണ്ട്.
നവജീവനിലെ മക്കൾക്ക് ഒത്തിരിയൊന്നും ആശിക്കാനും സ്വപ്നം കാണാനുമില്ല. വിശക്കുമ്പോൾ അല്പം ഭക്ഷണം, നഗ്നത മറയ്ക്കാൻ അല്പം വസ്ത്രം, കിടന്നുറങ്ങാൻ ഒരിടം. ഇത്രയുമൊക്കെയായാൽ ഈ മക്കൾ സന്തുഷ്ടരായി. സ്വന്തം വീടിനേക്കാൾ സുരക്ഷിതരായവർ, കുടുംബാംഗങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോലും കിട്ടാത്ത സ്നേഹവാത്സല്യങ്ങളാണ് ഇവിടെ ഇവർക്ക് ലഭിക്കുക. തൻ്റെ ജോലിയിലൂടെ ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം തൻ്റെ പ്രാരാബ്ധങ്ങൾ മാറ്റിവെച്ച് വിശക്കുന്ന മറ്റൊരുവൻ്റെ കൂടി വിശപ്പടക്കുന്നതിൽ കവിഞ്ഞൊരു പുണ്യമില്ലെന്ന് മനസ്സിലാക്കിയ പി.യു. തോമസ് തൻ്റെ മുന്നിലെത്തിയവരെ നിരാശപ്പെടുത്തിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ ആരോരുമില്ലാത്തവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്തു തുടങ്ങിയ കാരുണ്യ പ്രവർത്തനം ഇന്ന് 5000-ലേറെ രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും മുടക്കമില്ലാതെ നടന്നുവരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കൂടാതെ കുട്ടികളുടെ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലുമൊക്കെയായി കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ തുടങ്ങി 5 ജില്ലകളിൽ നിന്നായി എത്തുന്ന 18 ലക്ഷത്തിലേറെ പേരാണ് ഓരോ വർഷവും നവജീവന്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കടന്നുപോകുന്നത്. വിശക്കുന്നവന് ഭക്ഷണം മാത്രമല്ല, സാധുക്കളായ രോഗികൾക്ക് ചികിത്സാ സഹായവും ആംബുലൻസ് സേവനവും, മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ കിറ്റുകളും ഭക്ഷണപ്പൊതികളും വസ്ത്രങ്ങളും, നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും, സാധുക്കളായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായവുമെല്ലാം നവജീവന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു. കൂടാതെ വളരുന്ന തലമുറയിൽ കാരുണ്യവും ത്യാഗമനോഭാവവും കഠിന പരിശ്രമശീലവും വളർത്തിയെടുക്കാൻ ഒരു കൈ ഒരു പൊതി എന്നതും ആശുപത്രി അങ്കണത്തിലും വിദ്യാലയമുറ്റത്തുമൊക്കെ ഔഷധസസ്യങ്ങളും ഫലവൃക്ഷങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന മണ്ണിൻ്റെ മധുരമെന്ന പദ്ധതിയുമൊക്കെ അനുകരണീയ മാതൃകകളാണ്. പി.യു. തോമസിന്റെ പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിലും ആശുപത്രി വരാന്തയിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. കോട്ടയം നഗരത്തിലേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ കടന്നുചെന്നു. സമനില തെറ്റിയ, ആർക്കും വേണ്ടാത്ത, ആരൊക്കെയോ ഉപേക്ഷിച്ച ഒട്ടേറെ ജീവിതങ്ങൾക്ക് ഈ കൈകൾ താങ്ങും തണലുമായി. ഒരിക്കൽ പി.യു. തോമസ് കൽക്കട്ടയിലെ മദർ ഹൗസിലെത്തി. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിക്കുന്ന മാതൃകയായിരുന്ന ലോകാരാധ്യയായ മദർ തെരേസയെ കാണാൻ, അനുഗ്രഹം തേടാൻ തൻ്റെ മഹനീയ പാത പിന്തുടർന്ന് തൻ്റെ മുന്നിലേക്കെത്തിയ പി.യു. തോമസിനെ മദർ ആശ്ലേഷിച്ചു, അനുഗ്രഹിച്ചു. പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ധന്യമുഹൂർത്തമായിരുന്നു അത്. അചഞ്ചലമായ ആദർശനിഷ്ഠയും ആത്മവിശ്വാസവും കൊണ്ട് പടുത്തുയർത്തിയ നവജീവന്റെ കാരുണ്യ വഴികൾ പലരും മാതൃകയാക്കി ഇന്ന് ഒട്ടേറെ ഭവനങ്ങൾ കേരളത്തിനകത്തും പുറത്തുമുണ്ടായി. ഇന്ന് അശരണരായ 100 കണക്കിന് രോഗികൾക്കും അനാഥർക്കും ആശ്വാസത്തിൻ്റെ അഭയസ്ഥാനമാണ് നവജീവൻ. നവജീവനിലെ തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കിടയിലും വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബയോഗങ്ങളിലുമെല്ലാം ജീവകാരുണ്യത്തിൻ്റെ മഹത്തായ സന്ദേശമെത്തിക്കുവാനും തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും പി.യു. തോമസ് സമയം കണ്ടെത്താറുണ്ട്. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ചോരക്കുഞ്ഞുങ്ങൾ മുതൽ മക്കൾക്ക് വേണ്ടാത്ത മാതാപിതാക്കൾ വരെ നവജീവന്റെ സ്നേഹക്കൂടാരത്തിലുണ്ട്. നവജീവനിൽ ചോറ് വിളമ്പിയും രോഗികളെ ശുശ്രൂഷിച്ചും കടന്നുപോയ പല യുവതിയുവാക്കളും ഇന്ന് വൈദികരായും സന്യാസിനികളായും കേരളത്തിനകത്തും പുറത്തും സേവനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നഴ്സുമാരും അധ്യാപകരുമൊക്കെയുണ്ട്. ഇവരൊക്കെ ഒഴിവുള്ള വേളകളിലെല്ലാം തങ്ങളെ പിതൃതുല്യം സ്നേഹിച്ച ഈ നല്ല സമരിയാക്കാരനെ തേടി നവജീവന്റെ സ്നേഹക്കൂടാരത്തിലെത്താറുണ്ട്. Government Medical College, Kottayam. Kottayam Medical College is the 3rd medical college in the state of Kerala, which is the southernmost state in India, which is the 7th largest country in the world. Beloved P.yu. Thomas, lovingly called Navajeevan Thomas Chetan, was first came into Kottayam Medical College as a patient way back in 1969. Then he joined as a low-grade staff. First he was the gardener of the men's hostel and the ladies' hostel, and then he was an attender in our medical college. He retired by about 1990
but the government again reinstated him and he again worked for one more year. Around 1990, he started the Navajivan, which caters to poor people. It has grown and now it gives free food to about 5,000 patients and inmates of 3 hospitals in Kottayam, namely the Government Medical College Hospital Kottayam, then the Institute of Child Health, which is the Children's Hospital, and the District Hospital Kottayam. Kottayam is famous for lakes, latex and literacy, and there is great trust for Kottayam Medical College, and P.U. Thomas Chetan is a pillar of strength, compassion and service to all the needy people of this part of the world. I am sure that his God-given services will be continued and is a great boon and blessing to thousands and thousands of patients whom this Government Medical College caters. I hope all the best for this God-fearing soul. All the best. Thank you. ഒട്ടേറെ അവാർഡുകളും ബഹുമതികളും അംഗീകാരങ്ങളുമൊക്കെ പി.യു. തോമസിനെ തേടിയെത്തി. പാവപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ഇടയിൽ അദ്ദേഹം ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനങ്ങളെ മാനിച്ചായിരുന്നു അതെല്ലാം. എന്നാൽ പുരസ്കാരങ്ങളിലും പ്രശസ്തിയിലും ഭ്രമിക്കുന്നതായിരുന്നില്ല ആ മനസ്സ്. എല്ലാ ബഹുമതികളെക്കാളും സഹജീവികളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പുഞ്ചിരിയുമായിരുന്നു ഏറ്റവും വലിയ ബഹുമതിയായി അദ്ദേഹം കണ്ടിരുന്നത്. അത് ഏറെ സത്യവുമായിരുന്നു. കാരണം പുരസ്കാരങ്ങൾ കൊണ്ട് അളക്കാവുന്ന ഒരു ജീവിതമല്ല അദ്ദേഹത്തിൻ്റേത്. തൻ്റെ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ സഹജമായ ലാളിത്യവും വിനയവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം തനിക്ക് നൽകിയ ദാനം സാധാരണക്കാരുമായി പങ്കിട്ട് അവരിൽ ഒരാളായി ജീവിക്കാനായിരുന്നു ഏറെ മോഹം. നവജീവൻ മക്കൾക്ക് ആഘോഷിക്കാൻ നവജീവൻ വാർഷികം മാത്രമല്ല, ക്രിസ്തുമസും ഈസ്റ്ററും ഓണവും ലോക മാനസികാരോഗ്യ ദിനവും ശിശുദിനവുമെല്ലാം ഈ മക്കൾക്ക് ഉത്സവമാണ്. അന്ന് ഇവരുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളുമെല്ലാം ഉണ്ട്. ഓരോ വർഷവും കുട്ടികളുടെ ആശുപത്രിയിലും ശിശുദിനാഘോഷമുണ്ട്. മരണമുഖത്തേക്ക് നടന്നെടുക്കുന്ന ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ സന്തോഷത്തിനും ആഹ്ലാദത്തിനുമായി ഒട്ടേറെ കലാപരിപാടികളും. എൻ്റെ ദൗത്യം ഒരു ദൈവനിയോഗമാണ്. സഹോദരൻ്റെ വേദന കാണാതെ അദൃശ്യനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിരർത്ഥകമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പി.യു. തോമസിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. കുട്ടിക്കാലം മുതൽ കൂട്ടുകാരെയും നാട്ടുകാരെയും സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പി.യു. തോമസ് കുഞ്ഞുനാളിൽ ഒരു ഒളിച്ചോട്ടം നടത്തി. അന്ന് പ്രായം 12 വയസ്സു മാത്രം. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ പള്ളിയുടെ മേൽനോട്ടത്തിലുള്ള സെന്റ് അലോഷ്യസിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അന്ന് പി.യു. തോമസ്. ആ നാളുകളിലും സഹജീവികളോടുള്ള കരുണയും കാരുണ്യവും അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നു. വീട്ടിൽ നിന്നും കൊടുത്തുവിടുന്ന പൊതിച്ചോറ് വിശന്നിരിക്കുന്ന സഹപാഠികൾക്ക് പങ്കുവച്ചിട്ടേ തോമസും കഴിക്കൂ. തോമസിനൊരു പ്രിയ കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേരും തോമസ് എന്നായിരുന്നു. സ്വന്തം പേര് സ്നേഹിതനും ഉണ്ടായിരുന്നതിനാലാവാം മറ്റുള്ള സഹപാഠികളെക്കാൾ ഏറെ പ്രിയം അവനോടായിരുന്നു. ഒരു ദിവസം അവൻ വിശന്ന് കരഞ്ഞപ്പോൾ അവൻ്റെ വിശപ്പ് മാറ്റാൻ സ്വന്തം അക്ഷരത്താളുകൾ കടയിൽ പണയം വെച്ച് ആ കാശുമായി ഇരുവരും നാടുവിട്ടു. എറണാകുളത്തിന് ജോലി തേടി. കൈനിറയെ കാശുമായി മടങ്ങിവന്ന് എല്ലാവരെയും സംരക്ഷിക്കാൻ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും സൗജന്യ ഭക്ഷണ വിതരണത്തിന് പങ്കാളികളാവാൻ വൈദികരും സന്യാസിനികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും എത്താറുണ്ട്. അതൊരു പുണ്യമായി അവർ കരുതുന്നു. ഈ കൈകളിൽ നിന്ന് സഹായം സ്വീകരിച്ച് പഠിച്ച് ഉന്നത ശ്രേണിയിലെത്തിയവർ ഏറെയാണ്. ചിലർ ഈ മനുഷ്യസ്നേഹിയെ കാണാൻ എത്താറുണ്ട്, നവജീവൻ മക്കൾക്കുള്ള സമ്മാന പൊതികളുമായി. എന്നാൽ ഈ വഴി പോലും അറിയാത്തവരും ഏറെയുണ്ട്.